അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹീഹുൽ ബുഖാരി സബക്കിയായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി പറയാൻ പോകുന്നത് നീണ്ടൊരു ഹദീസാണ്, ചരിത്രമാണ്. ശ്രദ്ധിക്കുക. ഹദ്ദസനാ അബുൽ യമാനി അൽ ഹക്കം ഇബ്നു നാഫിഅൻ ഖാല അഖ്ബറനാ ശുഐബുൻ അൻ സുഹരി ഖാല അഖ്ബറനി ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉതബത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉബൈദുല്ലാഹിബ്നു അബ്ദില്ല എന്നോട് പറഞ്ഞു. എന്ത്? അന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നവർ അഖ്ബറഹു ഉബൈദുല്ല എന്നവരോട് പറഞ്ഞു. എന്ത്? അന്ന അബാ സുഫിയാൻ ഇബ്നു ഹർബിൻ, തീർച്ചയായും അബൂ സുഫിയാൻ അഖ്ബറഹു ഈ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഉബൈദുല്ല എന്നോട് പറഞ്ഞു. എന്താ ഇബ്നു അബ്ബാസ് പറഞ്ഞത്? അന്ന ഹിർക്കല, തീർച്ചയായും ഹിർക്കൽ രാജാവ്, റോം ഭരിക്കുന്ന രാജാവായിരുന്നു ആര്? ഹിർക്കൽ രാജാവ്. അവർക്കുള്ള സ്ഥാനപ്പേരാണ്, റോം ആര് ഭരിക്കുന്നോ ആ രാജാവിൻ്റെ പേരാണ് കൈസർ. കൈസർ കേട്ടിട്ടില്ലേ? അതുപോലെ പേർഷ്യ ഭരിക്കുന്ന രാജാവിനൊക്കെ എന്ത് പറയും? അവരുടെ ലക്കബലമാണ്, സ്ഥാനപ്പേരാണ് കൈസറ. ഈജിപ്ത് ഭരിക്കുന്ന രാജാവിനേക്കുള്ള പേരാണ് ഫിർഔൻ. മഷൂറായ ഫിർഔനല്ല, ആ സ്ഥാനത്തിനുള്ള പേരാണ് ഫിർഔൻ. അത് മനസ്സിലാക്കണം. അപ്പം ആളുകൾ മാറിയാലും ആ സ്ഥാനപ്പേര് ഉണ്ടാവും. അപ്പം അന്ന് റോം ഭരിക്കുന്ന രാജാവായിരുന്നു ഹിർക്കൽ രാജാവ്. ആ ഹിർക്കൽ രാജാവ് അർസല ഇലൈഹി, അബൂ സുഫിയാനിലേക്ക് ആളെ അയച്ചു. ഫിറക്ക് ബിൻ ഖുറൈശിൻ, അബൂ സുഫിയാൻ തന്നെ ഖുറൈശികളിൽപ്പെട്ട സംഘത്തിലായ നിലക്ക്. ഖുറൈശികളെ കൂട്ടത്തിലാരുണ്ട്? ആ വാഹന സംഘത്തിലാരുണ്ട്? അബൂ സുഫിയാൻ എന്നവരുണ്ട്. വക്കാനു തിജാറൻ ബിഷാം, അല്ലെങ്കിൽ തുജാർ എന്ന് വായിക്കാം, തിജാർ എന്ന് വായിക്കാം. വക്കാനു അറക്കബായിരുന്നു തിജാറൻ ബിഷാം, അല്ലെങ്കിൽ തുജാറൻ ബിഷാം. ഷാമിൽ കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്നവരായിരുന്നു അവർ. ഷാമിലേക്ക് മക്കയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി വന്നവരായിരുന്നു. അങ്ങനെ ആ ഷാമിൽ എത്തിയ റിപ്പോർട്ട് ആർക്കെത്തി? ഹിർക്കൽ രാജാവിനെത്തി. അപ്പോൾ മുത്തനബിയുമായുള്ള ആ സംശയങ്ങളും മറ്റും തീർക്കാൻ വേണ്ടി അബൂ സുഫിയാനിലേക്ക് ആളെ അയച്ചു. ആര്? ഹിർക്കൽ രാജാവ്. എപ്പോഴാ സംഭവം? ഫിൽ മുദ്ദത്തില്ലതി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത ഫീഹ അബാ സുഫിയാന വ കുഫാറ ഖുറൈശ്. ഫിൽ മുദ്ദത്തില്ലത്തി, ഒരു കാലഘട്ടത്തിൽ, ഒരു ടൈമിൽ. അങ്ങനത്തെ കാലഘട്ടം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലായിരുന്നു. മാത ഫീഹ, ആ കാലഘട്ടത്തിൽ. അബാ സുഫിയാന വ കുഫാറ ഖുറൈശിൻ, അബൂ സുഫിയാനോടും ഖുറൈശിയുടെ കൂട്ടത്തിൽ നിന്ന് കാഫിരീങ്ങളോടും സന്ധിയിലേർപ്പെട്ടിരുന്നു. ഒരു കരാർ ചെയ്തിരുന്നു. എന്ത്? ഇനി യുദ്ധം പാടില്ല, ഇനി വാക്കുതർക്കങ്ങൾ പാടില്ല. ബദറും ഉഹദും ഖന്തഖ് കഴിഞ്ഞിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. ഹിജ്റ 6-ാം വർഷം, അഥവാ ഹുദൈബിയ സദ്യ കേട്ടിട്ടില്ലേ? ആ കാലഘട്ടത്തിൽ. ആ ടൈമിലാണ് ആരയക്കുന്നത്? ഹിർക്കൽ രാജാവ് ഇവരെ ക്ഷണിക്കുന്നത്. അങ്ങനെ ഫതൗ വഹും ബിരിയ, അങ്ങനെ ഹിർക്കൽ രാജാവിൻ്റെ ഇടയ്ക്ക് ആര് ചെല്ലാണ്? ഈ അബൂ സുഫിയാനും കൂട്ടരും ചെല്ലാണ്. വഹും ബി ഈരിയ, ഈ ഹിർക്കൽ രാജാവും കൂട്ടരും ഒരു ഇരിയാവിലാണ്. ഇരിയാവ് എന്ന് പറഞ്ഞാൽ ഈജിപ്ത്, പൈതൃമുക്കത്ത് ആ ഭാഗത്തിലെ സ്ഥലത്തിനാണ് ഇരിയാവ് എന്ന് പറയാം. ബഹുമാനപ്പെട്ടവർ ഈജിപ്തിലായിരുന്നു. അങ്ങനെ ഫതആഹും ഫി മജ്ലിസിഹി, അവരുടെ മജ്ലിസിലേക്ക്, ഹിർക്കൽ രാജാവിൻ്റെ മജ്ലിസിലേക്ക് ഇവരെ വിളിച്ചു. അങ്ങനെ വഹൗലഹു ഉലമാഉ റോമി, ആ ഹിർക്കൽ രാജാവിന് ചുറ്റുമുണ്ട് ഉലമാഉ റോം, റോമിലെ വലിയ വലിയ മഹാന്മാർ, പണ്ട്. അതുപോലെ തന്നെ ഗവർണർ, അന്നത്തെ വലിയ വലിയ ഉമറാക്കൾ ആരെ ചുറ്റുണ്ട്? ഹിർക്കൽ രാജാവിൻ്റെ ചുറ്റുമുണ്ട്. ആ സദസ്സിലേക്ക് ഇവരെ ക്ഷണിച്ചു. സുമ്മ ദഅാഹും, പിന്നെ അവരെ ക്ഷണിച്ചു. വദഅ ബിതർജുമാനിഹി, ഹിർക്കൽ രാജാവിൻ്റെ പരിഭാഷകനെയും ക്ഷണിച്ചു. കാരണം ഇവരെ ഭാഷ അറബിയാണല്ലോ, അതാർക്കറിയില്ല, ഹിർക്കൽ രാജാവിനെ അറിയില്ല. അപ്പോൾ പരിഭാഷകനെയും വിളിച്ചു. ഇവിടെ ഫക്കാല, ഹിർക്കൽ രാജാവ് പറഞ്ഞു, അയ്യുക്കും അഖ്റബു നസബൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തറവാടിനാൽ, നസബിനാൽ, കുടുംബബന്ധത്തിനാൽ ഏറ്റവും അടുത്തവർ? ബിഹാദർ റജുലി, ഈ റജുലിനോട്, അഥവാ മുത്തനബിയോട്. അല്ലദീ യസുഅമു അന്നഹു നബിയുൻ, നബിയാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ റജുലിനോട് തറവാട് ബന്ധത്തിനാൽ ഏറ്റവും അടുത്തവൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫക്കാല അബൂ സുഫിയാൻ പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, അന ഖറബുഹും നസബൻ, നസബിനാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്തവൻ ഞാനാണ്, തറവാട് ബന്ധം ഞാനാണ്. ഞാനും മുത്തനബി ഖുറൈശിയാണല്ലോ, ഖുറൈശികളാണല്ലോ, അതുകൊണ്ട് ഞാനാണ് അടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ വക്കാല, ഹിർക്കൽ രാജ പറഞ്ഞു, അതുനൂഹു മിന്നി,
ആ അബൂ സുഫിയാനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അടുപ്പിക്ക്. അപ്പോൾ കറ്റീബു അസ്ഹാബുഹു, അതുപോലെ തന്നെ ആ അബൂ സുഫിയാൻ്റെ അനുയായികളെ ഇങ്ങോട്ട് അടുപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫജഅലൂഹും ഇന്ദ ളുഹരിഹി, ഫജഅലു നിങ്ങളാക്കുക, ഹും ആ അബൂ സുഫിയാൻ്റെ മറ്റു ആളുകളൊക്കെ ആക്കുക, ഇന്ദ ളുഹരി അബൂ സുഫിയാൻ്റെ പിന്നിലാക്കുക, അബൂ സുഫിയാൻ മുമ്പിലിരിക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ പിന്നിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മക്കാലി തർജുമാനിഹി, പിന്നെ ഇർക്ക രാജാവിൻ്റെ പരിഭാഷകനോട് പറഞ്ഞു, കുൽ ലോഹും അബൂ സുഫിയാൻ്റെ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ അവരോട് നീ പറയുക, ഇന്നി സായിലുൻ ഹാദ, ഇനി നിശ്ചയം ഞാൻ സായിലുൻ ചോദിക്കുന്നവനാണ്, ഹാദ ഈ അബൂ സുഫിയാനോട് ഞാൻ ചോദിക്കുന്നവനാണ്, അൻ ഹാദ റജുലി ഈ റജുലിനെ കുറിച്ച്, അഥവാ ഈ നബിയാണെന്ന് വാദിക്കുന്ന മുത്തനബി ഉണ്ടല്ലോ ആ മുത്തനബിയെക്കുറിച്ച് ഞാൻ ഈ അബൂ സുഫിയാൻ ചോദിക്കുന്നവനാണ്. ഫൈൻ കദബനി ഈ അബൂ സുഫിയാൻ എന്നോട് കളവ് പറഞ്ഞാൽ ഫകത്തിബൂഹു ഈ അബൂ സുഫിയാൻ കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്നോട് പറയണം. അങ്ങനെ അബൂ സുഫിയാൻ പറയട്ടോ, അപ്പോൾ വല്ലാഹി ലൗലൽ അഹ്യാഉ മിൻ അയഅ്സിറു അലൈഹ കദിബൻ ലകതബതു അൻഹു, ലൗലൽ അഹ്യാഉ മിൻ അയഅ്സിറു അലൈഹ കദിബൻ, കളവിനെ എൻ്റെ മേൽ തിരഞ്ഞെടുക്കലിനെ ലജിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഹയാ ഇല്ലായിരുന്നുവെങ്കിൽ ലകതബതു അൻഹു അയാളെക്കുറിച്ച് ഞാൻ നല്ലോണം കളവ് പറയുമായിരുന്നു പറഞ്ഞു. ഞാനിപ്പോൾ അഥവാ നുണ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ അത് കേൾക്കല്ലേ, അപ്പോൾ ഞാൻ വലിയ കളവ് പറയുന്ന ആളാണ്, അവരെ തെറ്റിയായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ നല്ലോണം കളവ് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. ആരെ? അബൂ സുഫിയാൻ. സുമ്മക്കാന അവല മാസ അലിനി അൻഹു, പിന്നെ മുത്തനബിയെക്കുറിച്ച് എന്നോട് ചോദിച്ചതിൽ ആദ്യത്തേതായിരുന്നു അൻകാല അദ്ദേഹം ചോദിക്കൽ, കൈഫ നസബുഹു ഫീക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആ റജുലിൻ്റെ തറവാട് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കുൽത്തൻ പറഞ്ഞു, ഹുവ ഫീനാതു നസബീൻ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ നസബുടേവരാണ്, അഥവാ വലിയ തറവാട്ടുകാരനാണ്, മുന്തിയ തറവാട്ടുകാരനാണ്, 2ാം നമ്പറൊന്നുമല്ല, വലിയ തറവാട്ടുകാരനാണെന്ന് പറഞ്ഞു. കാല അവിടെ വെക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ